ഇത് ആൾട്ടോ LXi 2012 മോഡല്. പിന്നെ 4th ഓണർ വണ്ടിയാണ്. മറ്റേ റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. പവർ സ്റ്റിയറിംഗ് AC. ഇത് 2014 മാക്സിമം പ്ലസ് സിംഗിൾ ഓണർ വണ്ടിയാണ്. വണ്ടി പുതിയ ടെസ്റ്റ്, പുതിയ ടാക്സ്. ഇത് 2023 മോഡല് മാക്സ് സിറ്റി 1.3 പിക്കപ്പാണ്. ഇതിൻ്റെ പേലോഡ് 1.3 ആണ് പേലോഡ് വരുന്നത്. ഇത് മാരുതി സുസുക്കി ആൾട്ടോ 2017 മോഡല് സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ഇത് 2007 വണ്ടി ആൾട്ടോ LXi. ഇത് പവർ സ്റ്റിയറിംഗ് AC. പവർ വിൻഡോസ് ഇല്ല, മാനുവലാണ്. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് കൊല്ലം ജില്ലയിൽ പുനലൂർ പോകുന്ന വഴിക്ക്, കൊല്ലത്ത് നിന്ന് പുനലൂർ പോകുന്ന വഴിക്ക് കുന്നിക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് വന്നേക്കുന്നത്. എലൈറ്റ് കാസ് എന്നാണ് ഷോപ്പിൻ്റെ പേര്. അപ്പോൾ ഈ ഷോപ്പിൻ്റെ പ്രത്യേകത പറയുന്നത് കാർ എടുക്കാൻ താല്പര്യമുള്ളവർക്കും കൊമേഴ്ഷ്യൽ വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്നവർക്കും വന്നെടുക്കാവുന്ന ഒരു ഷോപ്പാണ്. ഒരു 80,000 രൂപ മുതൽ മേളിലോട്ട് നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും കാണാൻ കൊള്ളാവുന്ന നല്ലൊരു വീഡിയോ ആണ്. കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിൽ തന്നെ ഒരു ഏകദേശം ഒരു 6-6.5 ലക്ഷം രൂപ വില വരുന്ന ബൊലേറയുടെ ഒരു നല്ല വണ്ടി കിടപ്പുണ്ട് കേട്ടോ. അധികം ഓടാത്ത ഒരു 30,000 കിലോമീറ്റർ മാത്രം ഓടിയ ഒറ്റ ഓണറുള്ള നല്ല കിടുക്കാച്ച ഒരു വണ്ടി കിടപ്പുണ്ട്. അതാണ് ഈ വീഡിയോയിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരിക. അപ്പോൾ നമ്മൾ ന്യൂ ഇയർ പ്രമാണിച്ചുള്ള കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിൻ്റെ ആദ്യത്തെ വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വണ്ടികളുടെ വിശേഷങ്ങളും ക്വാളിറ്റി ഒക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. ബാ. ഇത് 2023 മോഡല് മാക്സ് സിറ്റി 1.3 പിക്കപ്പാണ്. ഇതിൻ്റെ പേലോഡ് 1.3 ആണ് പേലോഡ് വരുന്നത്. സിംഗിൾ ഓണർ വണ്ടിയാണ്. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഒരു 31,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജെന്യൂൻ കിലോമീറ്റർ ആണ്. ഇത് മൈലേജ് ഒക്കെ എങ്ങനെയാണ്? മൈലേജ് 17 മൈലേജ്. 17. ലോഡോട് വ്യത്യാസം വരും. ഇതിപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് ഓടുന്നതാണ് 17 എന്ന് പറയുന്നത്, കമ്പനി പറയുന്നത്. ഇത് പവർ സ്റ്റിയറിംഗ് അല്ലേ? പവർ സ്റ്റിയറിംഗ്. ബോഡി കാര്യങ്ങളെല്ലാം അടിച്ചിട്ടുണ്ട്. ഷീറ്റ്, കമ്പി വേലി എല്ലാം സംഭവം ചെയ്തിട്ടുണ്ട്. നീറ്റായിട്ട് ഉപയോഗിച്ചിരുന്നതാണ്. നല്ല ടയർ കാര്യങ്ങളെല്ലാം കിടപ്പുണ്ട്. അതെ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ആയിട്ടൊന്നും വന്നിട്ടില്ല. ഇതിനകത്ത് എന്തെങ്കിലും അഡീഷണൽ പണി എടുത്തിട്ടുണ്ടോ? പണിയെടുത്ത് ഷീറ്റ് കാര്യങ്ങളൊക്കെ നല്ല ഗേജിലുള്ള ഷീറ്റിട്ടാണ് ചെയ്തിരിക്കുന്നത്. വേലിയൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് അടിച്ചിട്ടുണ്ട്. രണ്ടാമത് ചെയ്തതാണോ? രണ്ടാമത് ചെയ്തതാണ്. കമ്പനി ഇറങ്ങുമ്പോൾ ഇതൊന്നും വരത്തില്ല. ഇത് രണ്ടാമത് ചെയ്തതാണ്. പിന്നെ ഇതാ ഇതിൽ ഈ ലോവറിൽ ഈ ഒരു ഭാഗത്തുള്ള ഇതെല്ലാം അഡീഷണൽ ചെയ്തതാണ്. ഈ പോകുന്ന പൈപ്പ് കൊണ്ടുള്ള വർക്ക്. അതെ, ഈ പോർഷൻസ്. ഓക്കെ. എത്ര ചോദ്യം? ഇത് നമുക്ക് 6.5 രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം. 6,50,000 രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം. 6,50,000. അതെ. ഇത് ഇറങ്ങിയപ്പോൾ എന്തോ ആണ് ഈ വണ്ടിക്ക്? ഇത് ഇറങ്ങിയ സമയത്ത് ഏകദേശം 9 രൂപ ആ റേഞ്ചിൽ വില വരും. ആ റേഞ്ച് വരും. ഈ ആ സമയത്ത് ഇതേപോലുള്ള ഇതൊക്കെ കാണത്തില്ലല്ലോ. ഇതൊക്കെ ഇതെല്ലാം അഡീഷണൽ വരുന്നത്. അഡീഷണൽ ചെയ്ത വണ്ടി ഇറങ്ങുമ്പോൾ ഈ ബോഡി മാത്രമേ കാണത്തുള്ളൂ. ഇതിൽ ഷീറ്റ് സംഭവങ്ങളെല്ലാം അഡീഷണൽ വരും. നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്ത് സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. എത്ര രൂപ ഇറക്കാൻ പറ്റുന്നത്? ഇത് നമുക്ക് അതിന് 6.5 ലാസ്റ്റ് കൊടുക്കാം. അതല്ല, ലോൺ ഇടുമ്പോൾ നമ്മൾ എത്ര ഇടാം? ഫുൾ ലോൺ ചെയ്യാൻ പറ്റും. ഫുൾ ലോൺ കയറുന്ന വണ്ടി. ലോൺ കവർ ചെയ്യാം. വണ്ടി ഓവറോൾ കാണാൻ ഉള്ള നല്ല പുത്തൻ വണ്ടി പോലെ കിടക്കല്ലേ? അതെ, പുതുതായിട്ട്. ഇത് 2019 ദോസ്ത് പ്ലസ്. ഇതും സിംഗിൾ ഓണർ വണ്ടിയാണ്. 96,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 96 ഓടി. 96 ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. വന്നിട്ടില്ല. അതെ. ഓണർഷിപ്പ് എത്രയത്? ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ. പവർ സ്റ്റിയറിംഗ് ആണ്. കൊള്ളാം. അകമൊക്കെ വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വൃത്തിയാണ്. ഫ്ലോറൊന്നും കുഴപ്പമൊന്നുമില്ല. തുരുമ്പ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും. അതെ. ബോഡിയൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് അടിച്ചതാണ്. ബാക്ക് ബോഡി, ലോഡ് ബോഡി നല്ല സ്ട്രോങ് ആയിട്ട് ചെയ്തതാണ്. ഒരു ഹാർഡ്വെയർ ഷോപ്പിൻ്റെ ആവശ്യത്തിന് വേണ്ടി ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അകത്തിട്ടിരിക്കുന്ന പ്ലാറ്റ്ഫോമൊക്കെ നല്ല ഗേജ് ഉള്ളതായി ചെയ്തിരിക്കുന്നത്. എന്താ ചോദിക്കുന്നത്? ഇത് നമുക്ക് 470 ലാസ്റ്റ് കൊടുക്കും. 470. അതെ. ആവറേജ് ടയേഴ്സ്. പുതിയ ടയർ. ഫ്രണ്ട് പുത്തൻ ടയറല്ലേ? അതെ അതെ, ഫ്രണ്ട് പുത്തൻ ടയറാണ്. ബാക്കിൽ വ്യത്യാസമുണ്ട്. എത്ര രൂപ ഇറക്കാൻ പറ്റിയത്? ഇതിപ്പം 465 ലാസ്റ്റ് കൊടുക്കാം. അപ്പോൾ ആ റേഞ്ച് വരും. അതെ. 2025 സെപ്റ്റംബർ വരെ പേപ്പറെല്ലാം വന്നിട്ടുണ്ട്. ടെസ്റ്റ് വന്നിട്ടുണ്ട്. ടാക്സ് 2025 ജൂണിൽ വരും. ജൂണിൽ വരും. 2025. അതെ അതെ, 2025 ജൂൺ. ഇൻഷുറൻസും ജൂണിൽ തന്നെ വരുന്നുണ്ട്. ഇത് നമുക്ക് ഫുൾ ലോൺ കയറുമോ? ഇതിന് ഫുൾ ലോൺ കിട്ടും. വണ്ടി മോഡലുള്ളതല്ലേ, 2019 മോഡൽ. ഇത് ആൾട്ടോ LXi
2012 മോഡല്. പിന്നെ 4th ഓണർ വണ്ടിയാണ്. മറ്റേ റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. പവർ സ്റ്റിയറിംഗ്, AC, ടയർ ഭാഗമൊക്കെ അത്യാവശ്യം ഉണ്ട് ഓടാൻ. ബാക്ക് ഫ്രണ്ട് ടയർ അത്യാവശ്യം ഉണ്ടായിരുന്നു. ബാക്ക് ഒരു ആവറേജ് ഉണ്ട്. ആവറേജ് 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഒന്ന് കഴിഞ്ഞ് ആൾട്ടോ ആ മോഡലൊക്കെ അത്യാവശ്യം ഓടുമല്ലോ. ഇതിൻ്റെ സാധനം സ്പെയർ എല്ലാം പെട്ടെന്ന് കിട്ടുന്ന സംഭവം. അതാണ് വണ്ടി വൃത്തിയാണ്, കാണാൻ കൊള്ളാം. ഇതിൻ്റെ പേപ്പർ 2027 സെപ്റ്റംബർ വരെ ഉണ്ട്. ഫസ്റ്റ് ടെസ്റ്റ്. ഡോറൊക്കെ തുറക്കുമ്പോഴേ ആ ഒരു എന്താ വെറും പൊളിഞ്ഞ വണ്ടിയുടെ ഒരു ഫീലിംഗ് എന്തായാലും അത് കൊള്ളാം. സർവീസ് മാത്രമേ ഉള്ളൂ. ഡോർ സർവീസ്, റീപ്ലേസ്മെന്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഗ്ലാസോ ഡോറോ? ഡ്രൈവർ സൈഡ് ഗ്ലാസ് മാത്രം ഒരു കല്ലടിച്ചൊന്ന് മാറിയിട്ടുണ്ട്. ഫ്രണ്ട് ഗ്ലാസ് അല്ല, ഡ്രൈവർ സൈഡ് ഗ്ലാസ്. ഡോറിനൊന്നും കംപ്ലൈന്റ് ഇല്ല? ഒരു കംപ്ലൈന്റും ഇല്ല. ഓക്കെ, ടയേഴ്സ് ഓക്കെയാണ്. ഈ ഡോറാണ് പറഞ്ഞല്ലേ? ഡോറിന്റെ ഗ്ലാസ് മാത്രം, വേറെ തട്ട ഒന്നുമില്ല. ഗ്ലാസ് മാത്രം ജസ്റ്റ് മാറിയിട്ടുണ്ട്. സൈഡ് കണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. ഇതിന്റെ വില വരുമ്പം 1.35 1.35 ലാസ്റ്റ് പ്രൈസ് ആണ്? ലാസ്റ്റ് ഫൈനൽ പ്രൈസ് ആണ്. കളർ ഫേഡും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. റീപെയിന്റ് ഒന്നും ചെയ്തിട്ടില്ല. റീപെയിന്റും വന്നിട്ടില്ല. കമ്പനി പെയിന്റ്. ഈ ബമ്പറൊക്കെ റീപെയിന്റ് ചെയ്ത് കാണത്തില്ലേ? ഫ്രണ്ട് ബമ്പർ റീപെയിന്റ് ചെയ്താണ്. ബാക്കിയൊന്നും ചെയ്തിട്ടില്ല. ഫ്രണ്ട് ബമ്പർ എങ്ങനെയാലും പിടിക്കുമല്ലോ. ഹൈറ്റ് ഗ്രൗണ്ട് ക്ലിയറൻസ് പറഞ്ഞ വണ്ടിയല്ലേ. അല്ല, അതുകൊണ്ട് ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ജസ്റ്റ് ചോദിച്ചാ. വേറെ തട്ടുമുട്ട അതേപോലുള്ള പരിപാടികളൊന്നും ചെയ്തിട്ടൊന്നും വന്നിട്ടില്ല. ഇത് 2020 മോഡല് ഓൾട്രോസ് ആണ്. XC എന്ന് പറയുന്ന വേരിയൻറ്റ് XM ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. സിംഗിൾ ഓണർ വണ്ടി, 39,000 കിലോമീറ്റർ. ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒരു റീപ്ലേസ്മെൻറ്റും ഇല്ല. എല്ലാ ഫിറ്റിങ്സും ചെയ്തിട്ടുണ്ട്. സീറ്റ് കവറ്, ഫ്ലോർ മാറ്റ്, ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ, പിന്നെ സ്റ്റിയറിംഗിലെ കൺട്രോള്, എല്ലാവിധമായ ഫിറ്റിങ്സും ഉണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ് അടക്കം പ്രത്യേകം കൊടുത്തേലേ? അതെ, XE-യിൽ അത് വരത്തില്ല. XM-ൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്തതാണ്. ബാക്ക് സൈഡ് നോക്കിയാലൊക്കെ വണ്ടി വൃത്തിയാണ്. അതേപോലെ നല്ല സീറ്റ് കവേഴ്സ് കിടപ്പുണ്ടല്ലോ, നല്ല ക്വാളിറ്റി സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. വണ്ടി ഹൈ ക്വാളിറ്റി, എല്ലാ ഫിറ്റിങ്സും ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ടയറാ അല്ലേ? അതെ. അല്ല, ഇതിപ്പം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ടയർ ആക്കിയിട്ടുണ്ട്. ഓക്കെ. വേറെ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. 2025 ഡിസംബർ വരെ ഓൾറെഡി വാറണ്ടി ഉണ്ട്. കമ്പനി വാറണ്ടിയിൽ തന്നെയാണ് വണ്ടി ഇപ്പോഴും ഉള്ളത്. ഇത് പെട്രോളാ ഡീസലാ? പെട്രോളാണ്. പുതിയ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കും. ഒരു മൈലേജ് പറഞ്ഞാൽ ഏത് റേഞ്ചിൽ പറയാൻ പറ്റും? മൈലേജ് 15 മുതൽ 18 18 വരെയാണ് കമ്പനി നമുക്ക് അഷ്യൂർ ചെയ്യണത്. പക്ഷെ 15+. നമുക്ക് എത്ര രൂപ ഇറക്കാം? ഇത് നമുക്ക് ഏകദേശം ഒരു 30,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. എത്ര ചോദ്യം? മൊത്തത്തിൽ നമുക്ക് ഈ വണ്ടി ഒരു 4,80,000 രൂപയ്ക്ക് ചെയ്ത് തരാം. 450 വരെ നമുക്ക് ഫൈനാൻസ് ഇടാൻ പറ്റും. ബാലൻസ് ഒരു 30 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും. ഇത് മാരുതി സുസുക്കി ആൾട്ടോ 800 2017 മോഡല്. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. 71,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജെനുവിൻ കിലോമീറ്റർ. ഫ്രണ്ട് മാത്രം പവർ വിൻഡോ, ബാക്ക് മാനുവൽ. ഫ്രണ്ട് 2 ഡോർ, പവർ വിൻഡോ, AC, പവർ സ്റ്റിയറിംഗ്, നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളുണ്ട്. അതേപോലെ ഫ്ലോർ കമ്പനി സർവീസ്. നല്ല വൃത്തിയുണ്ട്. നീറ്റ് വണ്ടി. ടയേഴ്സ് ഒക്കെ അത്യാവശ്യം കിടപ്പുണ്ട്. ഓടുള്ളുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഉറപ്പാണേ? ഉറപ്പ്. എത്ര ചോദിക്കുന്നത്? ഇത് ചോദിക്കുന്നത് 270. ലാസ്റ്റ് പ്രൈസ് ആണ്? ലാസ്റ്റ് പ്രൈസ്. അതോ അത് എന്തെങ്കിലും നെഗോസിയേഷൻ നടക്കൂ? അഡ്ജസ്റ്റ് ഒന്നുമില്ല. ലാസ്റ്റ് പ്രൈസ് ആണ്. ഇത് 2017 മോഡൽ ആൾട്ടോ LXi. 67,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ഇതും മറ്റേ വണ്ടിയാണ് തന്നെ. പവർ വിൻഡോ, ഫ്രണ്ട് 2 പവർ വിൻഡോ, ബാക്ക് മാനുവൽ. ഇന്ത്യയിലൊക്കെ ക്വാളിറ്റിയാണ്. വണ്ടി കാണാൻ നിങ്ങളുടെ വണ്ടിക്ക് ഷോറൂം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ്. സീറ്റ് കവേഴ്സ് കാര്യങ്ങളായാലും ബാക്ക് സൈഡ് ആയാലും ഒക്കെ കാണാൻ കൊള്ളാം. നല്ല ടയറുണ്ട്. റീപ്ലേസ്മെന്റ് ഫ്രണ്ട് ഗ്ലാസ് ഫ്രണ്ട് ഗ്ലാസ്. ബോണ്ട് ഒന്ന് നോക്കി കാണിക്കാം. വലിയ കാര്യമായിട്ടുള്ള ഇടിയാണോ? ഒന്നുമില്ല. ഇത് കല്ലങ്ങണ്ട വന്ന് അടിച്ചിട്ടേ ഉള്ളൂ. അങ്ങനെ പോയതാ? അല്ലാതെ വേറെ ഒന്നും റീപ്ലേസ് ആക്കിയതാണ്. അല്ലാതെ തട്ടോ മുട്ടോ ഒന്നുമില്ല. റീപ്ലേസും വന്നിട്ടില്ല. ഇതല്ലാതെ വേറെ റീപ്ലേസ് ഒന്നുമില്ല. ഫ്രണ്ട് സൈഡ് കാര്യങ്ങളൊക്കെ ഫോണൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ നോക്കുമ്പോൾ അറിയാമല്ലോ. ക്രോസ് ബാറിനും കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. ഈ സൈഡും കുഴപ്പമില്ല. അപ്പം അകത്തോട്ടുള്ള ആ രീതിയിലുള്ളൊരു ആക്സിഡന്റ് ആയിട്ടൊന്നും അല്ല. അല്ല. ജസ്റ്റ് കല്ലടിച്ച് അങ്ങനെ പോയതാ. ഗ്ലാസ് അങ്ങ് മാറി അല്ലേ? ഗ്ലാസ് മാറി.
കമ്പനി ഗ്ലാസ് തന്നെ ടൈം. ഓക്കെ ഓക്കെ. എത്ര ചോദിച്ചത്? 270. 270. ഇത് 2007 വണ്ടി ആൾട്ടോ LXi. ഇത് പവർ സ്റ്റിയറിംഗ്, AC, പവർ വിൻഡോസ് ഇല്ല, പവർ വിൻഡോസ് ഇല്ല, മാനുവലാണ്. എന്ത് ഓടിയിട്ടുണ്ട് ഈ വണ്ടി? 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. തികച്ച് ഓടിയിട്ടുണ്ട്. ഈ വണ്ടിക്ക് 2028 വരെ പേപ്പർ ഉണ്ട്. പുതിയ ഇൻഷുറൻസ് ആണ്. എന്ന് പേരുണ്ട്? ഇൻഷുറൻസ് 2025 സെപ്റ്റംബർ വരെ. സെപ്റ്റംബർ ആയിരുന്നു. ഇത് ഏത് വർഷമായിരുന്നു? 2007 വണ്ടി. അപ്പോൾ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ? ടെസ്റ്റ് റീടെസ്റ്റ് അത് തന്നെ. അതിനി 2028 റീടെസ്റ്റ്. CF 2028 വരെ ഉണ്ട്. ഓഗസ്റ്റ് മാസം 2028 വരെ. 2007 ആണെങ്കിലും തുരുമ്പ് കാര്യങ്ങളൊന്നും അങ്ങനെ വലുതായിട്ട് കാണുന്നൊന്നുമില്ല. അത്യാവശ്യം പെയിൻറ്റ് കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ഇപ്പോൾ ഡോർ പാഡ് നോക്കിയാലും അതിലും വലിയ വൃത്തികേട് കാര്യങ്ങളൊന്നും കാണുന്നില്ല. പിന്നെ ടയേഴ്സ് നോക്കിയാൽ ആവറേജ് ടയേഴ്സ് കാര്യങ്ങളുണ്ട്. റീപ്ലേസ്മെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, റീപ്ലേസ് ഒന്നുമില്ല. ഒന്നുമില്ല. ഇല്ല. ഇതെത്ര ചോദ്യം? ഇത് ചോദിക്കുന്നത് 80. 80 കുറയുമോ? കുറയത്തില്ല, ഫൈനലാ. ഇവിടെ 2007 മോഡലാണ്. 2007 മോഡൽ. അപ്പോൾ കുറയത്തില്ലേ? കുറയത്തില്ല, ലാസ്റ്റാണ്. 50 ആണോ 80 ആണോ? 80. LXiക്ക് എത്ര റേറ്റ് വരും? LX ആകുമ്പോഴത്തേക്ക് റേറ്റ് കുറയും. LXi പവർ സ്റ്റിയറിംഗ്, AC ഉള്ളതല്ലേ LXi. 80 രൂപ. 80. ഇത് 2014 മാക്സിമം പ്ലസ് സിംഗിൾ ഓണർ വണ്ടിയാണ്. വണ്ടി പുതിയ ടെസ്റ്റ്, പുതിയ ടാക്സ്, എന്ത് ഓടിയിട്ടുണ്ട്? പുതിയത് 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. തികച്ച് 1 ലക്ഷം ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെൻറ്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇല്ല. വണ്ടി പുതിയ പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്ത് പുതിയ ടെസ്റ്റിന് വേണ്ടി വർക്ക് ചെയ്തിട്ടിരിക്കുന്ന വണ്ടിയാണ്. പെയിൻ്റൊക്കെ ചെയ്തപ്പോൾ അത് അതിൻ്റേതായ ഒരു പുതുമയുണ്ട്. അതുകൊണ്ട് ഞാൻ നോക്കിയേ. അതെ. അതിൻ്റെ ഓവറോൾ അകമൊക്കെ കാണാൻ നല്ല വൃത്തിയുണ്ട്. അത്യാവശ്യം നല്ല സീറ്റ് കവേഴ്സും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ വർക്ക് ചെയ്തിട്ടേക്കുക വളരെ അതിൻ്റേതായ ഒരു മെനയൊക്കെ ഉണ്ട് കാണാൻ. പുതിയ ടെസ്റ്റ്. ഇല്ല ഡോർ നോക്കട്ടെ. ഡോർ പാഡ് കാര്യങ്ങൾ നോക്കിയാൽ വൃത്തിയായിട്ടുണ്ട്. അതൊക്കെ ഓക്കെയാണ്. പ്ലാറ്റ്ഫോമൊക്കെ നല്ല ക്ലീനായിട്ട് അടിച്ച് ആ വക കാര്യങ്ങളെല്ലാം നീറ്റാണ്. ലാസ്റ്റ് എത്ര രൂപയ്ക്ക് കൊടുക്കാം? ലാസ്റ്റ് നമുക്ക് 140 കൊടുക്കാം. അത് പിന്നെ ബാർഗനിങ് ഉണ്ടോ? ഇല്ല, അത് ലാസ്റ്റാണ്. പുതിയ ടെസ്റ്റ് പേപ്പർ എല്ലാം പുതിയതാണ്. എല്ലാം പുതിയ. ഇത് പേപ്പറൊക്കെ ഇനി എന്ന് പറയുന്നുണ്ട്. അത് തന്നെ പുതിയ ടെസ്റ്റ്. ഇപ്പോൾ നാളെ ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ നാളെ ചെയ്യാം. അപ്പോൾ എടുക്കാനുള്ള പുത്തൻ ടെസ്റ്റിൽ കൊണ്ടുപോകല്ലേ? അതെ, പുതിയ ടെസ്റ്റാണ്. ടയേഴ്സൊക്കെ അത്യാവശ്യം ആവറേജാണ്. വേറെ അപാകതകളൊന്നും നോക്കിയിട്ട് കാണുന്നുമില്ല. കൊള്ളാം, നല്ല പെയിൻ്റൊക്കെ ചെയ്ത് വൃത്തിയായിട്ട് കിടക്കാം. അതെ. അപ്പോൾ നമ്മൾ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടികളും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. ബൊലേറോ ഞാൻ പറഞ്ഞ പോലെ നല്ല പക്ക നീറ്റ് വണ്ടിയായിട്ട് തന്നെ നടക്കുന്ന ഒരു വണ്ടി. അപ്പോൾ അത്തരത്തിലുള്ള വണ്ടികൾ നോക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാ പ്രേക്ഷകർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരുന്നു എന്നുള്ള വിശ്വാസത്തോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ.